എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി 6-ന്റെ 9-ാമത്തെ വാക്യം മാത്രമേ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചുള്ളൂ. 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ തുടർച്ചയായി ഇന്ന് നമുക്ക് പരിശോധിക്കാം. നോഹയെ സംബന്ധിച്ച് നോഹയുടെ പ്രത്യേകതകൾ, നോഹയുടെ ജീവിതത്തിൻ്റെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം പറഞ്ഞു. നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദൈവത്തോട് കൂടെ നടന്നവനായിരുന്നു. ഇതെല്ലാം ദൈവ കൃപ ലഭിച്ചതിൻ്റെ ഫലമായി നോഹയ്ക്ക് സാധ്യമായ കാര്യങ്ങളാണ് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. അതിനോട് ചേർന്ന് നമ്മൾ കാണുന്നു, നോഹയ്ക്ക് ഷേം, ഹാം, യാഫത്ത് എന്ന 3 പുത്രന്മാർ ഉണ്ടായി. ഈ 3 പുത്രന്മാരെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ഇവരിലൂടെയാണ് ലോകത്തിൽ പ്രളയത്തിന് ശേഷം വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷമുള്ള വാക്യങ്ങളിൽ 11 മുതലുള്ള വാക്യങ്ങളിൽ, എന്നാൽ ഭൂമി ദൈവത്തിന് മുമ്പാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു. ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. നീതിമാനായി നടക്കുന്ന നോഹയുടെ പശ്ചാത്തലം നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തിൻ്റെ അവസ്ഥ മുന്നമേ നമ്മളൊന്ന് പറഞ്ഞതാണ്. എങ്കിലും അതിനെക്കുറിച്ച് വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുകയാണ്, വല്ലാതെ വഷളായിപ്പോയ ഒരു ലോകം, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, തൻ്റെ വഴി വഷളാക്കി. ഇതൊക്കെയാണ് അവിടെ ദൈവം പ്രയോഗിക്കുന്ന വാക്കുകൾ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മുമ്പാകെയാണ് ഈ പ്രവർത്തികളൊക്കെ നടക്കുന്നത് എന്നും അവിടെ കാണാം. ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി. അതായത് മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിയും ദൈവ മുമ്പാകെ മനുഷ്യൻ ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കണം. നാം ഒരുപക്ഷെ ഈ ലോകത്തിൽ ചെയ്യുന്ന പല പ്രവൃത്തികളും ആരും കാണുന്നില്ല, മറ്റാരും അറിയുന്നില്ല എന്നൊക്കെ വിചാരിച്ചാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യർ. അവരുടെ പാപങ്ങൾ മറ്റാരും കാണുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പിടിക്കപ്പെട്ടില്ലെങ്കിൽ പാപം ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. എന്നാൽ നമുക്കിവിടെ ലഭിക്കുന്ന ഒരു ഭയനിർദ്ദേശം, ഒരു മുന്നറിയിപ്പ്, ഏതൊക്കെ മനുഷ്യർ നാം ചെയ്യുന്ന പ്രവൃത്തികൾ, പാപങ്ങൾ കണ്ടില്ല എന്ന് വന്നാലും ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത്. നാം ചെയ്യുന്ന പാപപ്രവൃത്തിയും ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല എന്ന ഒരു ഭയനിർദ്ദേശം നാം ഓർക്കണം. ഇനി നന്മ പ്രവൃത്തികളെക്കുറിച്ച് പറയുമ്പോഴും അതെ കേട്ടോ. വേറെ ചില പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെയൊരു പരാതിയുണ്ട്, ഞാൻ ചെയ്യുന്ന നന്മകളൊന്നും ആരും അറിയുന്നില്ല, കാണുന്നില്ല. എൻ്റെ കഷ്ടപ്പാടുകൾ, എൻ്റെ അധ്വാനം ആരും അറിയുന്നില്ല, കാണുന്നില്ല. മനുഷ്യർക്കാർക്കും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു വിലയുമില്ല എന്നൊക്കെ നെടുവീർപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടാവും. അവരോടും ഒരു വാക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നമ്മുടെ പ്രവൃത്തികൾ നാം ചെയ്യുന്നത്. അതൊന്നും കണക്കില്ലാതെ പോവുകയില്ല. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതുകൾ സഭയ്ക്ക് കർത്താവ് നൽകുന്നുണ്ട്. അവിടെയെല്ലാം പറയുന്നത്, ഞാൻ നിന്നെ പ്രവൃത്തി അറിയുന്നു എന്നാണ്. എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നു എങ്കിലും, ഏതെല്ലാം പ്രവൃത്തികളാണ് നാം ചെയ്യുന്നത്, ആ പ്രവൃത്തികളൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്കുണ്ട്. അത് തിന്മയായാലും കണക്കുണ്ട്, നന്മയായാലും കണക്കുണ്ട് എന്ന കാര്യം നമുക്ക് ഓർക്കാം. ഇവിടെ മനുഷ്യൻ്റെ ദുഷ്ടതയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം കാണുന്നത്. അതുമാത്രമേ കാണാനുള്ളൂ എന്ന് പറയാം. ദൈവത്തിൻ്റെ വഴി വഷളാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വഴി, ദൈവം മനുഷ്യന് പറഞ്ഞുകൊടുത്ത നന്മയുടെ വഴി, ദൈവത്തോട് ചേർന്ന് നടക്കുവാനുള്ള വഴി, ഈ വഴി വിട്ടുമാറി മനുഷ്യൻ പാപകരമായ വഴി തിരഞ്ഞെടുക്കുന്നു, തൻ്റെ വഴി വഷളാക്കിയിരിക്കുന്നു. ഇത് മനുഷ്യരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒബ്സർവേഷനാണ്. 13-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ പ്രഖ്യാപിക്കുകയാണ്. സകല ജഡത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു, ഞാൻ അവരെ ഭൂമിയോടുകൂടി നശിപ്പിക്കും എന്ന് പറയാം. ഈ പാപം ചെയ്ത് മുമ്പോട്ട് പോകുന്ന മനുഷ്യർ ചിന്തിക്കാത്തൊരു കാര്യമാണ് ഈ പാപപ്രവർത്തികൾക്കൊരു ന്യായവിധി ഉണ്ട് എന്നുള്ള കാര്യം. നമ്മൾ ചെയ്യുന്ന പാപപ്രവർത്തികൾക്ക് അപ്പോഴപ്പോൾ ശിക്ഷ കിട്ടാത്തതുകൊണ്ടായിരിക്കാം മനുഷ്യൻ പാപത്തിൽ തുടരുന്നത്. അത് സത്യമാണ്.
ദുഷ്ടന്മാർക്ക് അതൊരു വളമാണ് എന്ന് പറയാം. കാരണം അവർ ചെയ്യുന്ന തിന്മകൾക്ക് അപ്പോൾ ദൈവം ശിക്ഷ കൊടുക്കുന്നില്ല. അങ്ങനെ പാപത്തിൽ തുടരുന്ന മനുഷ്യനോട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇത് അധികകാലം മുമ്പോട്ട് പോവുകയില്ല, ഇത് ദൈവം കാണാതെ പോകുന്നില്ല, ഇതിന് ദൈവം മുമ്പാകെ കണക്കില്ലാതിരിക്കുന്നില്ല. ഈ കണക്കുകളെല്ലാം ചേർത്ത് വെച്ച് ദൈവം നമ്മെ ന്യായം വിധിക്കുന്ന ഒരു ദിവസം ഉണ്ട് എന്നാണ്. അന്ത്യകാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് സുവിശേഷങ്ങളിൽ പറഞ്ഞു, നോഹയുടെ കാലം പോലെ ആകുമെന്ന് പറഞ്ഞു. അതായത് മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് വിചാരമില്ലാതെ, ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു ദിവസം ഞാൻ നിൽക്കേണ്ടി വരുമെന്ന ചിന്തയില്ലാതെ പാപപ്രവൃത്തികളിൽ തുടർന്നു പോകുന്ന, ജീവിതത്തെ വഷളാക്കുന്ന, വഷളത്തരം പ്രവർത്തിക്കുന്ന ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ ഒരു ന്യായവിധിയിലേക്കാണ് പോകുന്നത് എന്ന ചിന്ത നോഹയുടെ കാലത്തുള്ള ആളുകൾക്കും ഇല്ലായിരുന്നു, ഇന്നത്തെ കാലത്തെ ആളുകൾക്കും ഇല്ല. പാപത്തിൻ്റെ ന്യായവിധി എന്ന പേടിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം പല മനുഷ്യരും മരണത്തിനപ്പുറത്തേക്കൊരു ജീവിതമില്ല എന്ന് പറഞ്ഞ് സ്വയം ആശ്വസിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇരുട്ട് കണ്ട് ഓട്ടയടയ്ക്കുവാൻ ശ്രമിക്കുന്നത് പോലെ നിഷ്പ്രയോജനമായ ഒരു കാര്യമാണത്. കാരണം നമ്മളില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ ഇല്ലാതെയാകുന്നില്ല. അതുകൊണ്ട് മരണത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതം ഉണ്ട് എന്നും ഒരു ന്യായവിധി ഉണ്ട് എന്നും സഹോദര നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, സഹോദരി നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത് ഉണ്ട് എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായിപ്പോയെങ്കിൽ, മനുഷ്യർ വഷളത്വം പ്രവർത്തിച്ച് ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുമ്പോഴും ഇതാ ദൈവത്തിൻ്റെ ന്യായവിധി അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നു ചേരും എന്നാണ്. ദൈവം ഭൂമിയെ ന്യായം വിധിക്കുന്ന ദൈവമാണ്. ഭൂമി മുഴുവനും വഷളായിപ്പോയതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കാഠിന്യവും വർദ്ധിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടി, ഈ പാപികളായ മനുഷ്യരെ മുഴുവനും ഈ ഭൂമിയോടുകൂടി നശിപ്പിക്കും എന്നാണ് ദൈവത്തിൻ്റെ പ്രഖ്യാപനം. പത്രോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാം, ആദ്യത്തെ ആ ഭൂമിയുടെ അവസ്ഥയെ, അല്ലെങ്കിൽ ആദ്യമുണ്ടായിരുന്ന മനുഷ്യരെ ദൈവം ജലപ്രളയത്താൽ നശിപ്പിച്ചുവെങ്കിൽ ഇപ്പോഴത്തെ ഭൂമിയെ ദൈവം അഗ്നിക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഭയനിർദ്ദേശം പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പാപത്തിൻ്റെ വഴികളെ വിട്ട് നാം ജീവിച്ചില്ലെങ്കിൽ, പാപത്തിൻ്റെ വഴികളെ വിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിലൂടെ പാപത്തിൻ്റെ ക്ഷമ പ്രാപിച്ച് ദൈവമക്കളായി നാം തീർന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ ഭയാനകമായ ന്യായവിധിയിലേക്കായിരിക്കും നാം പോകുന്നത്. അത് ഒഴിവാക്കേണ്ട വലിയ അപകടമാണ്. അതുകൊണ്ട് ഇപ്പോഴാകുന്നു രക്ഷാസമയം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വഷളായി പോകുന്ന, വഷളത്വം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൻ്റെ മധ്യേ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ദൈവത്തെ വിശ്വസിച്ച് ചേർന്ന് നടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.